സാറെന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചു. സന്തോഷമായി. നമ്മുടെ പേരെന്തുവാ? ശാന്തമ്മ. എവിടെ സ്ഥലം? പുതുവലില്ലയോ? കാണാൻ വേണ്ടി ആണോ? പത്തനാപുരം KSRTC ഡിപ്പോയിൽ സൗജന്യ പ്രിയദർശിനി യാത്ര ഫ്ലാഗ് ഓൺ ചെയ്ത് സാധാരണക്കാരിയായ വീട്ടമ്മ. 9 മണിയോടുകൂടി KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര പത്തനാപുരത്തിൻ്റെ MLA ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സ്റ്റാൻഡിലേക്ക് ബസിൻ്റെ ഫ്ലാഗ് ഓൺ കർമ്മത്തിനായി കടന്നു വന്നപ്പോഴാണ് ഈ അമ്മയെ ശ്രദ്ധയപ്പെട്ടത്. ഉടൻ തന്നെ അദ്ദേഹം അമ്മയെ അടുത്തേക്ക് വിളിച്ച് ഈ ഫ്ലാഗ് ഓൺ കർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് ഈ അമ്മ ഈ ഫ്ലാഗ് ഓൺ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. സാറെന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചു. സന്തോഷമായി. നമ്മുടെ പേരെന്തുവാ? ശാന്തമ്മ. എവിടെ സ്ഥലം? പുതുവലില്ലയോ? കാണാൻ വേണ്ടി ആണോ? അവിടെ ഇരിക്കുവായിരുന്നു. പായസം കുടിച്ചു. സ്ഥിരമായിട്ട് അല്ലല്ല കണ്ടക്ടറോട് ചോദിച്ചു ഡെയിലി യാത്ര ചെയ്യുന്നേനെയോ അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പദ്ധതി സംസ്ഥാനത്ത് ഇന്ന് പ്രാവർത്തികമാവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്ന പ്രധാന കർമ്മ പദ്ധതികൾ ഇന്ദിര ഗ്യാരണ്ടിയിൽപ്പെടുത്തി ഈ സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കും. പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധി 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും. തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായി നൽകും തുടങ്ങിയ പ്രധാനപ്പെട്ട 5 പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചത്. അതിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് ആരംഭിക്കുവാൻ തീരുമാനമായി. ഇന്നിപ്പോ സംസ്ഥാനത്തുടനീളം പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന പേരിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട പദ്ധതി ആരംഭിക്കുകയാണ്. ഈ 1ാം ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും നമ്മുടെ സഹോദരിമാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്.